ആലിയ ഭട്ടിനെയും രൺബീർ കപൂറിനെ കല്യാണം കഴിച്ച സമയത്ത് കുറെ കമന്റ്സ് ഉണ്ടായിരുന്നു. ആലിയ മാനിഫെസ്റ്റ് ചെയ്താണ് രൺബീറിനെ കല്യാണം കഴിക്കണം എന്നുള്ളത്. അങ്ങനെ മാനിഫെസ്റ്റ് ചെയ്ത് നമുക്ക് ഒരാൾ സ്വന്തമാക്കാനൊക്കെ പറ്റുമോ? മാനിഫെസ്റ്റ് ചെയ്ത് നമുക്ക് എന്തും ചെയ്യാൻ പറ്റും. ബട്ട് എനിത്തിങ് യു ക്യാൻ അച്ചീവ് ഇൻ യുവർ ലൈഫ്. ഈ മെന്റലിസ്റ്റുകളും ഹിപ്നോട്ടിസ്റ്റുകളും തമ്മിലുള്ള വ്യത്യാസം എന്താ? മെന്റലിസം ഒരു എൻ്റർടൈൻമെൻറ്റ് ആർട്ടാണ്. ഹിപ്നോസിസ് പ്യൂർലി തെറാപ്യൂട്ടിക്കാണ്. നോട്ടിസത്തിലൂടെ നമുക്ക് നെഗറ്റീവ് എനർജിയുമായിട്ട് സംസാരിക്കാൻ പറ്റുമോ? അതിൻ്റെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഡോക്ടർക്ക് ഉണ്ടായിട്ടുണ്ടോ? അനുഭവങ്ങളുണ്ട്. എൻ്റെ അടുത്ത് വന്നൊരു കുട്ടിയാണ്, ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് വന്ന, നാട്ടിലല്ല. ഈ കൊച്ചിൻ്റെ കയ്യിൽ ഇങ്ങനെ പാട് വരാൻ തുടങ്ങും. നമ്മൾ നോക്കി നിൽക്കുമ്പോൾ പാട് വരും, പുറത്ത് മാന്തിയ പാട് വരും. അങ്ങനെയുള്ള പല പല സംഭവങ്ങൾ കണ്ടിട്ട് പല സ്ഥലത്തും പോയിട്ടും പറ്റിയില്ല. അവസാനം എങ്ങനെയോ എൻ്റെ അടുത്ത് പിടിച്ച് എൻ്റെ അടുത്ത് വന്നു. സെക്കൻഡ് സിറ്റിങ് കഴിഞ്ഞ് മൂന്നാം സിറ്റിങ് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞാൽ അമ്മയോടും കൂടെ വരാൻ പറഞ്ഞു. ഈ അമ്മയുടെ ശരീരത്തിലാണ് പ്രശ്നമുണ്ടെന്ന് മനസ്സിലായത് നേരെ കൊച്ച് അവിടെ നിന്ന് എഴുന്നേറ്റ് ഈ കൊച്ചിന് ഓടി വന്നു അമ്മയുടെ കണ്ണിൽ പിടിക്കും. കണ്ണ് കെട്ടിയിട്ടൊക്കെ ഇതെങ്ങനെ വന്നെന്ന് അമ്മ ഞെട്ടിപ്പോയി. ഞങ്ങളുടെ ടീമിലുള്ള എല്ലാവരും പേടിച്ചു പോയി. 1 മിനിറ്റ് നിങ്ങൾ ഫോണിൽ നോക്കിയിരുന്നു ഞാൻ യുവർ ഹിപ്നോട്ടൈസ്ഡ്. അതിനകത്ത് പറയുന്നത് എന്താണോ അത് വിശ്വസിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈ സ്മാർട്ട് ഫോൺസ് യൂസ് ചെയ്യുന്നവർ അവെയർ ആവണം എന്നാണോ ഡോക്ടർ പറയുന്നത്? ഉറപ്പായിട്ട് അവെയർ ആയിരിക്കണം. കാരണം ദിസ് ഈസ് ഹിപ്നോട്ടൈസിങ്.